നമസ്കാരം. ഓഗസ്റ്റ് 13, 2025 പ്രധാനപ്പെട്ട വാർത്തകൾ. സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം. വോട്ട് മാറ്റൽ വ്യാജ സത്യവാങ്മൂലം. TN പ്രതാപന്റെ പരാതി. ബീഹാർ വോട്ടർ പട്ടിക വാക്കാൽ ശരിവെച്ച് സുപ്രീം കോടതി. ആധാർ പൗരത്വ രേഖയില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് അംഗീകരിച്ചു. എതിർപ്പ് വിശ്വാസക്കുറവ് മൂലമെന്ന് കോടതി. അടുത്തൊരു പ്രധാനപ്പെട്ട വാർത്ത പിഴവിന്റെ പാത. കേരളത്തിലെ ദേശീയപാത ഡിസൈൻ, നിർമ്മാണം, മേൽനോട്ടം എന്നിവയിൽ ഗുരുതര വീഴ്ചയെന്ന് PSC റിപ്പോർട്ട്. തൂർ വിമല ഹൃദയാശ്രമം ഡയറക്ടർ സിസ്റ്റർ ജോസി അന്തരിച്ചു. ആകാശപ്പറവുകളുടെ അമ്മ എന്നറിയപ്പെട്ട ആയിരക്കണക്കിന് അനാഥർക്ക് പുതുജീവൻ നൽകിയ. ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രിക്ക് മുന്നിൽ ജീവനക്കാരുടെ പ്രതിഷേധം. ഇന്നലെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഭയങ്കര പ്രതിഷേധവും പരിപാടിയൊക്കെ ആയിരുന്നു. ഇന്നലെ മന്ത്രി എത്തിയായിരുന്നു അവിടെ. ഓണച്ചെലവുകൾക്ക് വേണം 20,000 കോടി. പരമാവധി കടമെടുക്കും. 2 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകും. കടം കുറെ എടുക്കുന്നുണ്ട് കേട്ടോ. ഗാസയിൽ 5 പട്ടിണി മരണം കൂടി. മാർപ്പാപ്പ ഗാസയിൽ പോകണമെന്ന് മെഡോണ. 7,000 കോടി കടത്തിയത് ക്രിപ്റ്റോ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ. വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകാൻ തിരുവനന്തപുരം. കാര്യവട്ടം ക്രിക്കറ്റ് കാർണിവൽ. വനിതാ ലോകകപ്പ് വരികയാണ്. അതിന് തിരുവനന്തപുരം വേദിയാവും എന്നുള്ള രീതിയിലാണ്. ഒടുവിൽ അവർ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ. ക്രിസ്ത്യാനോ റൊണാൾഡോയും ജോർജീനയും 9 വർഷത്തിന് ശേഷം വിവാഹിതരാകുന്നു. അവർക്ക് ഇപ്പൊ തന്നെ 5 മക്കളുണ്ട്. അവിടെ ആയതുകൊണ്ട് ഇതൊന്നും പ്രശ്നം ഉണ്ടാവില്ല. മക്കൾക്ക് ശേഷമൊക്കെ കേട്ടോ കല്യാണമൊക്കെ. അതുകൊണ്ട് കുഴപ്പമില്ല. സ്വർണ്ണവില ഇന്നലെ കുറഞ്ഞിട്ടുണ്ട്. 640 രൂപ കുറഞ്ഞു പവന്. ഇപ്പൊ ഗ്രാമിന് വരുന്നത് 9,295 രൂപ കേട്ടോ. ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട ന്യൂസുകൾ. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.